ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വളരെ സ്വാദുള്ള ഒരു ഉപ്പുമാങ്ങ ചമ്മന്തിയാണ്. ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, എല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ്. എന്നാലും ഇതൊരല്പം വ്യത്യസ്തത വരുത്തിയാണ് ഇന്ന് നമ്മൾ ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. അത് ഏത് വലിപ്പത്തിലുള്ളതായാലും ഒന്നും കുഴപ്പമില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാനിപ്പോൾ അരിയാത്തത്. കാര്യം നമ്മൾ ചമ്മന്തി അരയ്ക്കാനുള്ളതാണ്, പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും ഇത്. പിന്നെ വേണ്ടത് 8 ഉണക്കമുളക്, അതേപോലെ തന്നെ 6-7 വെളുത്തുള്ളി അല്ലി. പിന്നെ ചെറിയ ഉള്ളി ഓപ്ഷനിലാണ്. ചെറിയ ഉള്ളി ഇല്ലാതെയും ഈ ചമ്മന്തി വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം. എൻ്റെ ഹസ്ബൻഡിന് ചെറിയ ഉള്ളി ഇട്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനത് അതിൽ ആഡ് ചെയ്തത്. 2 രീതിയിലും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഒരു ചെറിയ കപ്പ് തേങ്ങാപ്പീരയാണ്. അതുപോലെ തന്നെ 2 കറിവേപ്പില കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉണക്കമുളകും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഒരല്പം എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഒന്ന് വഴറ്റിയെടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അതിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് ഉപ്പുമാങ്ങയാണ്, അതിൽ ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണക്കമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വെള്ളുള്ളി നമ്മളിങ്ങനെ വഴറ്റുന്നത് അതിൻ്റെ ഒരു കുത്തൊക്കെ മാറാൻ, ഒരു പച്ച ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടത്തിൽ നമ്മൾ വെള്ളുള്ളി ആഡ് ചെയ്തത്. അപ്പോൾ പച്ചക്കുത്ത് പ്രശ്നം ഇല്ലാത്തവർക്ക് നമുക്ക് മറ്റേ രീതിയിൽ വെറുതെ അരച്ചാലും കുഴപ്പമില്ല. എന്തായാലും ഉണക്കമുളക് നമ്മളിങ്ങനെ എണ്ണയിൽ വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ മുളക് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടുപ്പത്ത് തന്നെ വെക്കരുത്, മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ കൂടുതൽ പൊരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിരിപ്പുണ്ട്. ഉപ്പുമാങ്ങ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേ സൈസിലൊക്കെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ചെറിയ ജാറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ മുളകും വെളുത്തുള്ളിയും ഒക്കെ ആ ഒരു സെക്ഷനാണ് നമ്മളെടുത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ട. കാര്യം മുളകൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഈ ഒരു കണ്ടീഷനിൽ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പീര കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതി. അതും പീരയും ഒന്ന് അരഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പുമാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പീരയൊക്കെ അരഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഉപ്പുമാങ്ങ കൂടി ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്തു. കാര്യം ഇതൊന്ന് അരയാനൊരു സുഖത്തിന് വേണ്ടി. അപ്പോൾ ഞാനിനി ബാക്കിയുള്ള ഉപ്പുമാങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടെ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാം നല്ല കറക്റ്റ് പാകത്തിനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാങ്ങ ചമ്മന്തിയാണിത്. ഞാൻ കഴിച്ചു നോക്കി, വളരെ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കടിക്കാനായിട്ട് ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. നമ്മൾ ഇതിനു മുമ്പ് ഉപ്പുമാങ്ങ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഉപ്പുമാങ്ങ പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്സ് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. അതേപോലെ ഉപ്പുമാങ്ങ പൂളാക്കിയിട്ട് നമുക്ക് പച്ചമുളകൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് ഉപ്പിലിടുന്നത് അതും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ കാണുക. ഉപ്പുമാങ്ങ ഉപയോഗിച്ച് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസ് തീർച്ചയായിട്ടും ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് ഇങ്ങനെയൊരു ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.